SFI കട്ടപ്പന ഏരിയ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് MS ശരത് ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് കട്ടപ്പന ഏരിയ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട് ചട്ടം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. SFI ജില്ലാ പ്രസിഡന്റ് MS ശരത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം SFI കേരളത്തിലെ ഗവർണർക്കെതിരെ വലിയ രീതിക്കുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് കടന്നുപോയതിന്റെയൊക്കെ കഥകൾ നമുക്കറിയാം. അപ്പോൾ ആ ഘട്ടത്തിലാണ് UGC ഇത്തരത്തിൽ പുതിയ ഒരു കരട് ചട്ടവുമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആരാണ് ഈ ഗവർണർ? ഈ ഗവർണറെ തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്രമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്രം ഏതെങ്കിലും ഒരു സംഖ്യയെ 35 വയസ്സ് തികഞ്ഞ ഒരു ഇന്ത്യൻ പൗരന് ഗവർണറാകാം എന്നുള്ളതാണ് ഗവർണറാവാൻ വേണ്ടിയുള്ള അടിസ്ഥാന യോഗ്യത. അങ്ങനെ 35 വയസ്സ് തികഞ്ഞ് യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരാളെ കേരളത്തിന്റെ ഗവർണറായിട്ട് നിയമിച്ചുകൊണ്ട് അതിന്റെ കോലാഹലങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. അയാൾ വന്നിട്ട് കേരളത്തിലുള്ള മുഴുവൻ സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് എല്ലാ സർവകലാശാലകളിലേക്കും സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അടക്കം സംഘികളെ തിരികെ കയറ്റിക്കൊണ്ട് വലിയ രീതിക്കുള്ള കാവ്യവൽക്കരണം കേരളത്തിനകത്തുള്ള സർവകലാശാലകൾ നടത്തുന്നത് നമ്മൾ ഇതിനു മുന്നേ കണ്ടുപോയതാണ്. ആ ഘട്ടത്തിലാണ് UGC ഇത്തരത്തിലൊരു കരട് ചട്ടവുമായിട്ട് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഗവർണറെ ഈ പറയുന്ന വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ചാൻസലർ, അതായത് സർവകലാശാലകളുടെ ചാൻസലർ ആയിട്ടുള്ള ഗവർണർക്ക് പരമാധികാരം നൽകുകയാണ് ഈ പറയുന്ന ചട്ടത്തിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഏരിയ സെക്രട്ടറി ഫ്രെഡി മാത്യു അധ്യക്ഷനായിരുന്നു. അശ്വിൻ സനീഷ്, അഖിൽ ബാബു, മിലൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.